യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. സീയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. 14-ാം വാക്യം. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു ശ്രേഷ്ഠമായ വിശുദ്ധ ദിവസം, ഒരു വിശുദ്ധ വാരത്തിൻ്റെ തുടക്കം ഈ പകലിൽ ഞങ്ങൾക്ക് ലഭ്യമാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും ഒരു ദിവസം ഒന്നിൽ നിന്ന് പുതുമയുള്ളതോ വ്യത്യസ്തമോ ഒക്കെ ആകുന്നു എന്നതിനായി സ്തോത്രം. ഇതൊരു സവിശേഷമായ വേദഭാഗവും പ്രത്യേക സാഹചര്യത്തിന് അനുയോജ്യവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വചനത്തിൻ്റെ പ്രസക്തി 365 ദിവസം ഒരുപോലെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നത്തെ ദിവസം അവിടുത്തെ ധന്യമായ ജീവിതത്തിൻ്റെ ഒരു ഏട് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രസക്തിയും സാങ്കത്യവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ നിന്നുള്ള ആത്മീക അംശം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയുടെ അവസാന ദശം, അവസാന നാളുകൾ, അവസാന നിമിഷങ്ങൾ എത്ര ഭംഗിയായി, എത്ര ഉചിതമായി, എത്ര സംയമനത്തോടുകൂടെ അങ്ങ് ലോകത്തിൽ വർത്തിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വെല്ലുവിളികളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അല്പം കൂടെ സൗമ്യമായും മൃദുവായും സാഹസം കൂടാതെയും ആയാസരഹിതമായും ഒക്കെ നിൽപ്പാൻ ഞങ്ങൾക്ക് കരുത്തു തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്മയുടെ കൂടെ ശരിയുടെ കൂടെ ഒരു വലിയ ആഘോഷം നടക്കുന്നതിനെ പോലെ തന്നെ പ്രസക്തമാണ് സത്യത്തിൻ്റെ കൂടെ ഒരൊറ്റയാൾ പോരാട്ടവും തനിയെ നടക്കുന്നത്. ഞങ്ങളിതിലേത് വേണം എന്നുള്ളത് നീ മുന്നോട്ട് വയ്ക്കുന്നത് പോലെ സ്വീകരിപ്പാനിടയാക്കണം. വലിയ ആരവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വിജയത്തിൻ്റെ ഇടയ്ക്കും ചിലപ്പോൾ പരാജയത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒറ്റയ്ക്കും സത്യത്തിനോടുകൂടെ നിൽപ്പാൻ മാത്രം, ശരിയുടെ കൂടെ നിൽപ്പാൻ മാത്രം ഞങ്ങളെ ബലപ്പെടുത്തണം. കരുത്ത് തന്നാട്ടെ, ബലം തന്നാട്ടെ. ഞങ്ങളോട് കൂടെ അവിടുത്തെ സാന്നിധ്യമുണ്ട്. നന്മ കൊണ്ടും നിറച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വന്ധ്യ തിരുമേനി, ഏറ്റവും ബഹുമാനമുള്ള രതീഷച്ചൻ, പ്രിയപ്പെട്ട ചുമ്മാച്ചന്മാരെ, പ്രിയ ഉപദേശിമാരെ, പ്രിയകച്ചന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ, പ്രാർത്ഥനകളെ, ആശംസകളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. വളരെ വിചിത്രവും മനോഹരവുമായൊരു ദിവസമാണ്. ഒരു പുതിയ ദിവസമല്ല. എൻ്റെ ജീവിതത്തിൽ 10-40ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ആഘോഷിച്ചിട്ടുള്ള ദിവസമാണ്. ഓരോരുത്തരുടെയും പ്രായവും അവരുടെയൊക്കെ വലിപ്പവും അനുസരിച്ച് അത്രത്തോളം എണ്ണം ഈ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഈ ഭാഗം ഒരു വിശേഷപ്പെട്ട ദിവസത്തിൻ്റെ വായനയാണ്. എന്നാൽ ആ വിശേഷപ്പെട്ട ദിവസത്തിൻ്റെ വായനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 365 ദിവസവും ഈ ഭാഗം നമുക്ക് വായിക്കാനും ധ്യാനിക്കാനുള്ള അവസരമുണ്ട്. വേദപുസ്തകത്തിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഇന്നത്തെ ദിവസം അല്പം കൂടെ ഭംഗിയായി ആഴത്തിൽ ആ ഭാഗം ധ്യാനിക്കേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ചുള്ള ആഴമായ ധ്യാനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് ഓശാന തിരുനാൾ ദിവസം. ഇന്നലെ രാത്രി കൊഴുക്കട്ട ശനിയായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പം വിചിത്രമായിട്ട് തോന്നും. ഇന്നലെ രാത്രി കൊഴുക്കട്ട ശനിയാണ്. ക്രിസ്തുവിൻ്റെ ആ പശ്ചാത്തലം പറഞ്ഞ് മാത്രമേ എനിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഏതാനും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വായനയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം, കഷ്ടി ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു. ആ വിരുന്നിലേക്ക് കർത്താവ് വരുന്ന ഒരു ദിവസമാണ് ഇന്നലെ. ആ വിരുന്നിന് വന്നതും അവിടെ നടന്നതുമായ സംഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ മാത്രം സവിശേഷമായി ആഘോഷിക്കുന്ന ഒന്നാണ് ഈ കൊഴുക്കട്ട ശനി. കൊഴുക്കട്ട നമുക്കറിയാം. ഇന്നലെ രാത്രി ആ ഒരാഘോഷത്തിൽ നമ്മൾ ഏർപ്പെടാറില്ല.
തൃശ്ശൂർ ഭാഗത്തൊക്കെ വളരെ ആഴത്തിൽ ആ ഒരു സംഗതി നിലവിലിരിക്കുന്നു. ഈ കൈപ്പേറിയ കഷ്ടാനുഭവ ആഴ്ചയുടെ ഇടയ്ക്ക് അല്പം മധുരം നമ്മൾ ഈ ഭുജിക്കുന്നത് നല്ലതുമാണ്. ഇപ്പൊ ക്രിസ്തുവിൻ്റെ ഈ ഒരു യാത്രയുടെ മധ്യേ ഉണ്ടായ ഒരു സന്തോഷകരമായ സംഗതിയാണ്, ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി. പാട്ടുപാടി ആർത്തു ഉല്ലസിച്ച് അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മഹത്തായ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ദിനം. നോമ്പുകാലത്തിന് പരിസമാപ്തി വരികയാണ്. നമ്മുടെ ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ പതിയെ ഒന്ന് ലഘൂകരിച്ച് അവസാന ദശകത്തിലേക്ക്, അവസാന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ വാരം പഠിക്കലെത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഓശാന തിരുനാളിന്റെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ഈ ഭാഗം വളരെ കാതലായിട്ടുള്ള ചില ആത്മീക സത്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമില്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കറിയാം. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് പുതുമയൊന്നും ഇല്ലാത്ത വളരെ പരിചിതമായ 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിപ്പിച്ച് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം പതിവ് പോലെ 12-ാം അധ്യായം കേവലം 21 അധ്യായങ്ങൾ മാത്രമുള്ള വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വെറും 12-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 21 അധ്യായങ്ങളുള്ള ഒരു പുസ്തകം, അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെയും 33.5 വർഷത്തെ ആയുസിന്റെയും അവസാന ആഴ്ചയിലേക്ക് എത്തുകയാണ്. യോഹന്നാൻ സുവിശേഷകൻ എത്ര ആഴത്തിൽ കുരിശിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. മത്തായി സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലും താരതമ്യേന വലിപ്പം കുറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുമാണ് ഈ ഓശന്നയുടെ ഒരു പരാമർശം നമ്മൾ കാണുന്നത്. ആ 3 സുവിശേഷങ്ങളിലും മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും ഒക്കെ സമാനമായിട്ടുള്ള സംഭവം. അവൻ ഒലിവുമലയ്ക്കരികെ ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ അവന് ശിഷ്യന്മാരോട്, നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തിന് പുറത്തേക്ക് പോകുക, അവിടെ ആരും ഇന്ന് വരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണാമെന്നും പറഞ്ഞ് വളരെ സമാനമായ ഒരു നരേഷൻ ഇങ്ങനെ പോവുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല, അത് അങ്ങനെ സംഭവിച്ചതാകാനായിട്ടാണ് കൂടുതൽ സാധ്യത. എന്നാൽ യോഹന്നാൻ വ്യത്യസ്തമായി തന്റെ സുവിശേഷത്തിന്റെ 45% ഭാഗം കുരിശിന്റെ ചുറ്റുവട്ടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അതിന്റെ ഒരു ആമുഖം എന്നോണം ക്രിസ്തുവിനെ ഹോശന്നയുടെ പെരുന്നാളിന്റെ മധ്യേ പ്രതിഷ്ഠിക്കുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ ഒരു പരാമർശം നമുക്ക് ഈ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ സംഭവം നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലാസറിന്റെ ഉയർപ്പിന് ശേഷം പെരുന്നാളിന്റെ മധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 കഥാസന്ദർഭങ്ങളും അല്ലെങ്കിൽ 2 ചരിത്ര സന്ദർഭങ്ങളും മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഓശാന പെരുന്നാളിലേക്ക് നമ്മൾ എത്താൻ. ഈ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം സംഭവങ്ങൾക്കൊക്കെ ആകമാനം ഒരു വ്യത്യാസം വരികയും. എന്താണ് വ്യത്യാസം? ഇന്നലെ വരെ ക്രിസ്തുവിനെ അവൻ ക്രിസ്തുവല്ല എന്ന് അടച്ചാക്ഷേപിച്ചും ഒഴിവാക്കിയും അവഗണിച്ചും ഒക്കെ പോകാൻ സാധിക്കുമായിരുന്ന യഹൂദന്മാർക്ക് ഇനി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം ക്രിസ്തുവിനെ ക്രിസ്തുവായി അംഗീകരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടാകാം, ക്രിസ്തു എന്തിന് 2 ദിവസം താമസിച്ചു, 3 ദിവസം കഴിഞ്ഞു വന്നു, 4-ാം പക്കം ലാസറിനെ ഉയർപ്പിച്ചു? അതൊരു യഹൂദ വിശ്വാസത്തിന്റെ കൂടെ പിന്നാമ്പുറ കഥയാണ്. എന്താണ് ആ കഥ? യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ 3 ദിവസം അവന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരിക്കും. 3-ാം ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമൊക്കെ ആകുമ്പോൾ മാത്രമേ അവന് പരലോകത്തേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. മുമ്പ് നടന്ന 2 ഉയർപ്പിക്കലുകളിലും ക്രിസ്തുവിന് ഈ ആക്ഷേപം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് യഹൂദന്മാർക്ക് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിൽ താൻ ക്രിസ്തുവാണെന്ന് പ്രഘോഷിക്കുന്ന, ഇനിയും ഒരു തെളിവിന്റെ ആവശ്യമില്ലാത്ത തരത്തിൽ ക്രിസ്തുവാണെന്ന് അസന്നിഗ്ധം ഉറപ്പിക്കാനായി ലാസറിന്റെ ഇത്തരത്തിലുള്ള ഒരു ഉയർപ്പിന് ഇടയായി. ആ ഒരു സംഭവം കഴിഞ്ഞ ശേഷം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഹൂദന്മാരും റോമാക്കാരും അവനെ പിടിപ്പാൻ തക്കം നോക്കി വന്നു. ഇതിനോടകം 3 പ്രാവശ്യം ക്രിസ്തു തന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റി അറിയിച്ചു കഴിഞ്ഞു, പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാനിതാ യെരുശലേമിലേക്ക് പോകുന്നു, ഇതെന്റെ അവസാന യാത്രയാണെന്ന് പറഞ്ഞ് ക്രിസ്തു വളരെ ആവേശഭരിതനായി
യെരുശലേമിലേക്ക് പോവുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു VIP വിസിറ്റ് നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. പ്രധാനമന്ത്രി വരുന്നത്, സ്റ്റാർസ് വരുന്നത്, അവരൊക്കെ വരുമ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളും അവരുടെ മുന്നിലാണ്, അവരുടെ മുഖത്ത് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ഫോക്കസ്ഡ് ആകാനായിട്ട്, ഈ ലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഒരൊറ്റ ആള് മാത്രമേ ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വിസ്മയകരമായ സംഭവമാണ് ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള ആ മഹാപ്രവേശനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു സ്പോട്ട് ലൈറ്റ് തെളിയിച്ച്, നിങ്ങളുടെ ഈ കണ്ണാകുന്ന ക്യാമറയെ ഒന്ന് നന്നായിട്ട് തുറന്ന് അവനിലൊന്ന് സാഗൂതം വീക്ഷിക്കാനായിട്ട് ഈ ഹോശാന നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു VIP സാധാരണക്കാരനെ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. യഹൂദന്മാരെ പേടിച്ച്, സ്വാഭാവികമായിട്ട് റോമാക്കാരെയും യഹൂദന്മാരെയും പേടിച്ച് യെരുശലേമിലേക്ക് പോകുമ്പോൾ രഹസ്യമായി പ്രവേശിക്കേണ്ടിയിരുന്ന ക്രിസ്തു അല്പം കൂടെ ഈ ആരവങ്ങളൊന്നുമില്ലാതെ പ്രവേശിക്കേണ്ടിയിരുന്ന ക്രിസ്തു അവൻ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവൻ വളരെ ആവേശത്തോടുകൂടെ ഈ ജനത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, ഞാനിതാ നിങ്ങൾ പേടിച്ചതുപോലെ അല്ല, എന്റെ സ്വമനസാലെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ക്രിസ്തുവിന്റെ ഈ ഒരു പ്രവേശനത്തിന്റെ അനുഗ്രഹീതമായ കാഴ്ച കാണണമെങ്കിൽ ഞാൻ വളരെ സവിശേഷമായി വായിച്ച ആ 14-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. എന്താണ് ഈ ഹോശാന പെരുന്നാളിനെ മറ്റുള്ളവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മാറ്റുന്നത്? ഈ ലോകത്തിന്റെ തെരുവീതികളിൽ കൂടെ അനേക ഇത്തരത്തിലുള്ള ആഘോഷയാത്രകളും വിലാപയാത്രകളും ആവേശഭരിതമായ കെട്ടുകാഴ്ചകളും ഒക്കെ നടന്നു പോയിട്ടുള്ളപ്പോൾ ക്രിസ്തുവിന്റെ ഈ യാത്രയെ വേറിട്ടതാക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ 14-ാം വാക്യത്തിൽ വായിച്ചത്. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി ഇരുന്നു. നിങ്ങൾ വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. എന്താ കാര്യം? മറ്റുള്ളിടത്തെല്ലാം യേശു ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്, അവരെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്, അവിടെ ഇന്നതൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വളരെ സ്വാഭാവികമായിട്ട് ഈ യാത്രയുടെ മധ്യേ ക്രിസ്തുവിന് ഒരു കഴുതയെ ലഭ്യമാവുകയും, നേരത്തെ നമ്മളൊക്കെ കണ്ടത് ക്രിസ്തു മനഃപൂർവ്വമായിട്ട് ഒരു കഴുതയെ ലഭ്യമാക്കുന്നതായിട്ടാണ്. എന്താണ് വ്യത്യാസം രണ്ടും തമ്മിൽ? ക്രിസ്തു വളരെ കൃത്യമായിട്ട് ഒരു കഴുതയെ ലഭ്യമാക്കുന്നതാണോ, സ്വാഭാവികമായി അവന്റെ അടുത്തേക്ക് കഴുത എത്തുന്നതാണോ അല്പം കൂടെ സംഗതമായിട്ടുള്ളത്? ഞാൻ അതിനൊരു ഉത്തരവൊന്നും പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതൊരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമൊന്നും ആയിരുന്നില്ല. അവൻ പതിയെ നടന്നു നീങ്ങുന്നുണ്ട്, അതൊരു ആവേശമായി മാറുന്നുണ്ട്. പെരുന്നാൾക്ക് വന്ന മനുഷ്യർക്ക് വ്യത്യസ്തമായ ഒരു ആത്മീക അനുഭവം കിട്ടുന്നുണ്ട്. അവനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കഴുത അവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അത് കഴുത കുട്ടിയെന്നൊന്നും വേദപുസ്തകം ഇവിടെ പറയുന്നില്ല, ഒരു കഴുത. അപ്പൊ കഴുത വന്ന് നിൽക്കുന്ന സമയത്ത് ക്രിസ്തു അതിന്മേൽ കയറിയിരുന്ന് ആ യാത്ര വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ വരെ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായ വായനയിൽ കേട്ടിട്ടുള്ളത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. എന്നാൽ തീർത്തും വ്യത്യസ്തമായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു രാജാവ് വിജയിച്ചതിന് ശേഷം, ഒരു പരാക്രമത്തിന് ശേഷം മടങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് പോവുകയും സമാധാനത്തിന്റെ പ്രതീകമായി കഴുതപ്പുറത്ത് മടങ്ങി വരികയും ചെയ്യുന്ന ഒത്തിരി സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തെ അങ്ങനെ ഞാൻ വിടുകയാണ്. അതിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല, പുറകാലെ സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം മാത്രം ഈ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്പം കൂടെ അനുയോജ്യമായ തെരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ട് ഈ ഹോശന്ന എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്താണ് അനുയോജ്യമായ തെരഞ്ഞെടുപ്പ്? ക്രിസ്തുവിന് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ധാരാളം സംഗതികളെ റീപ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ക്രിസ്തു വളരെ ആപ്റ്റായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. ഒരു കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു കഴുതയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന്റെ തെരഞ്ഞെടുപ്പിന് ഒരു വിചിത്ര സ്വഭാവം ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ഈ പകൽക്കാലം ആയിരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കാനുള്ള അതിന് ഒത്ത യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ നിരാശ. പക്ഷെ ക്രിസ്തുവിന്റെ വിചിത്രമായ തിരഞ്ഞെടുപ്പ്, അവന്റെ അഗാധമായ സ്നേഹത്തിന്റെ പുറകാലെ ഞാനും നിങ്ങളും ഒക്കെ എങ്ങനെയോ ഏതോ സാഹചര്യത്തിലൊക്കെ വന്നുപെടുന്നു എന്നുള്ളതാണ് അവന്റെ തിരഞ്ഞെടുപ്പിന്റെ
സവിശേഷത എന്ന് പറയും. അവന്റെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ കൂടെ നടക്കുന്ന മനുഷ്യർക്ക് ഈ ഓശാന പെരുന്നാളിൽ അവനെ പ്രതീക്ഷിച്ച് അവന്റെ ചുറ്റും കൂടിയ മനുഷ്യർക്കൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നത് ഒരു വലിയ പോരാളിയെ നമുക്ക് ലഭിച്ചിരിക്കുക, ഒരു വലിയ യോദ്ധാവിനെ ലഭിച്ചിരിക്കുക, ഒരു വലിയ നേതാവിനെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ അതല്ലായിരുന്നു ക്രിസ്തുവിന്റെ ഉദ്ദേശം. അവനൊരു പരാക്രമത്തിന് പോകാനായിട്ട് ഒരു കുതിരയല്ല തിരഞ്ഞെടുത്തത്. പകരം അവനൊരു സമാധാനത്തിന്റെ പ്രതീകമായ, ശാന്തിയുടെ പ്രതീകമായ, സൗമ്യതയുടെ പ്രതീകമായ ഒരു കഴുതയാണ് ക്രിസ്തു തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ വാള് പ്രതീക്ഷിച്ചു, അവര് വലിയ കിരീടം പ്രതീക്ഷിച്ചു. ഇതൊക്കെ വേറെ അർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നു ചേർന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അല്പം കൂടെ മെച്ചമായി തീരട്ടെ എന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ജീവിതം എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ദൈവം വച്ചിട്ടുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അല്പം കൂടെ മെച്ചപ്പെട്ടതാക്കി മാറ്റുവാൻ, അല്പം കൂടെ പരിമിതപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ ഈ നാളുകളിൽ സഹായിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ക്രിസ്തുവിനെ പ്രതി അനേക പ്രതീക്ഷകൾ വെച്ചിരുന്ന മനുഷ്യർ, അവരുടെ കൈകളിൽ ഈത്തപ്പനയുടെ കുരുത്തോളങ്ങൾ എടുക്കുന്നു, ഒലിവ് മരത്തിന്റെ ചില്ലകൾ എടുക്കുന്നു. അവർ വളരെ ആവേശഭരിതരായി ക്രിസ്തുവിന് വഴിയൊരുക്കുകയും തങ്ങളുടെ വസ്ത്രം വഴികളിൽ വിരിച്ച് ക്രിസ്തുവിന് സഞ്ചരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഇടമൊരുക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു ചോദ്യം വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്: എന്തിനാണ് അവര് അങ്ങനെ ചെയ്തത്? നേരത്തെ ഞാൻ പറഞ്ഞു ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു എന്ന്. എന്തിനാണ് ഈ മനുഷ്യർ കർത്താവിനെ അങ്ങനെ സ്വീകരിച്ചു? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ അരി കിട്ടും, റേഷൻ അരി. റേഷൻ അരിയുടെ ഇപ്പോഴത്തെ പ്രത്യേകത പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. നമ്മുടെ ഈ മനുഷ്യർക്ക് പോഷകാഹാരം ശരിയായ അളവിൽ കിട്ടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു പരിപാടിയുണ്ട്, ഉപ്പിൽ അയഡൈസിങ്. അപ്പൊ എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, അന്ന് ഈ ദാരിദ്ര്യത്തിന്റെ കാലം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും എല്ലാ പോഷകങ്ങളും ലഭിക്കാനായിട്ട് ഉപ്പിന് അയഡൈസിങ്. അതുപോലെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു പരിപാടിയാണ് ഈ റേഷൻ അരിക്കകത്ത് വെള്ള ഒരു സമ്പുഷ്ടീകരിച്ച അരി, ഫോർട്ടിഫൈഡ് റൈസ്, സമ്പുഷ്ടീകരിച്ച അരി എന്നാണ് എനിക്ക്. നിങ്ങളുടെ എൻ്റെ മുമ്പിൽ ലോകം നിങ്ങളുടെ എൻ്റെ ആത്മീയതയൊക്കെ വയ്ക്കുന്നത് ഇത്തരം സമ്പുഷ്ടീകരിച്ച ക്രിസ്തുവിനെ, ദ റിയൽ ജീസസിനെ അല്ല വയ്ക്കുന്നത്. യഥാർത്ഥ യേശുവിനേക്കാൾ കൂടുതൽ നമുക്ക് താല്പര്യമുള്ള ഒരു ക്രിസ്തുവിനെ നമ്മൾ സമ്പുഷ്ടീകരിച്ച് വെക്കാറുണ്ട്. ഓശാന പെരുന്നാളിൽ സംഭവിച്ചത് അതല്ലാതെ വേറൊന്നുമല്ല. യേശു ക്രിസ്തു ഒരു സൗമ്യ മൃഗത്തിന്റെ പുറത്ത് കയറി ഒരു സ്വാഭാവികമായ തന്റെ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കാഴ്ചപ്പാട്, അവർ തിരഞ്ഞെടുത്ത ക്രിസ്തു വേറൊന്നായിരുന്നു. അവനൊരു രാഷ്ട്രീയ നേതാവോ, ഒരു വിപ്ലവകാരിയോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ യോദ്ധാവോ പരാക്രമശാലിയോ ഒക്കെ ആയിരുന്നു. ദ ഐഡിയ ഓഫ് റോങ് സാൽവേഷൻ, തെറ്റായ വിമോചനത്തിന്റെ വക്താക്കളായി അവർ മാറുന്നുണ്ട്. തെറ്റായ രക്ഷകനെ തേടി അവർ പോകുന്നുണ്ട്. ഈ പകൽക്കാലം എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സെലക്ട് ജീസസ് ഫോർ റൈറ്റ് റീസൺ. ശരിയായ ഉദ്ദേശത്തിന് വേണ്ടി, ശരിയായ കാര്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അത് തന്നെയാണ് ക്രിസ്തുവിന്റെ മാതൃക എന്റെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒരു വലിയ പരാക്രമശാലിയെ പോലെയോ, ഒരു ഹീറോയെ പോലെയോ, ഒരു വലിയ യോദ്ധാവിനെ പോലെയോ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വന്തം ഒരാളാണ് ഈ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എന്നുള്ളതാണ് ഈ പകൽക്കാലത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചു, പക്ഷെ അവർക്ക് കിട്ടിയത് ഒരു സെർവന്റിനെ. വാളുമായി വരുന്ന ഒരു പോരാളിയെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു സഹിക്കുന്ന ക്രിസ്തുവിനെയാണ് അവർക്ക് കിട്ടിയത്. കിരീടം വെച്ച ഒരു രാജാവിനെ പ്രതീക്ഷിച്ചു, ആ കിട്ടിയ കിരീടത്തിൽ നിറയെ വെള്ളുകളായി. എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് ഈ ഓശാന പെരുന്നാളിൽ? ഏത് ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഇന്ന് രാവിലെ സ്വീകരിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളും, നിങ്ങൾ ഈ കാണുന്ന ആഘോഷങ്ങളും, നിങ്ങൾ ഈ കാണുന്ന എല്ലാ ക്രമീകരണങ്ങളിലും ഏർപ്പെടുന്നത് എന്തിനു വേണ്ടി? നിങ്ങളൊരു രാഷ്ട്രീയ രക്ഷകനെ, നിങ്ങൾക്ക് ചില ഭൗതിക വിടുതൽ തരുന്ന ഒരു ആളിനെ പ്രതീക്ഷിച്ചാണോ ഇരിക്കുന്നത്? അല്ല, ഒരു ശരിയായ ക്രിസ്തുവിനെയാണോ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ, ശരിയായ സെലക്ഷൻസ് നടത്താനായിട്ട് ഓശാന എന്നോടും നിങ്ങളോടും വളരെ ശാന്തമായി ആലോചന പറയുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങനെ വിടുകയാണ്. ഈ ഭാഗത്തെ അർത്ഥപൂർണമാക്കുന്ന മറ്റൊരു സംഭവം വേദപുസ്തകം നമ്മൾ താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ പെരുന്നാളിന് വന്ന മനുഷ്യർക്ക് ആ പെരുന്നാളിന്റെ പൊള്ളയായ അനുഭവങ്ങൾക്കിടയിൽ അല്പം വേറിട്ടൊന്ന് ആശ്വസിക്കാനായിട്ട് സഹായിച്ച ഒന്നായിരുന്നു ക്രിസ്തുവിന്റെ സാന്നിധ്യം. ഒരു സ്വാഭാവികമായി വന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ട് മടങ്ങാമായിരുന്ന ജനത്തിന് വേറൊരു ആവേശം പകർന്നതായിരുന്നു ക്രിസ്തുവിന്റെ സാന്നിധ്യം. രണ്ടാമത്, ഒന്ന് ഞാൻ പറഞ്ഞു, ഈ ഓശന എന്ന് പറയുന്നത് ശരിയായ തിരഞ്ഞെടുപ്പുകളുടെയാണ്, ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കുന്നതിൻ്റെയാണ്. രണ്ടാമത്, ആർക്കെങ്കിലും ഒക്കെ സന്തോഷം പകരാൻ സാധിക്കുന്ന ഒന്നിന്റെ പേരാണ് ഓശന്ന എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ അവസാന നാളിലാണ്, ഇനി കേവലം ഒരാഴ്ചക്കകത്ത് അവൻ തന്റെ ഭൗതിക ശുശ്രൂഷ അവസാനിപ്പിച്ച് മടങ്ങുവാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലാസറിന്റെ വീട്ടിൽ വെച്ച് മറിയ അവനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ക്രിസ്തു പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തരുത്, അവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തു എന്ന് പ്രസ്താവിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? മാനസികമായി ക്രിസ്തു എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തിനു വേണ്ടി? അവന്റെ മരണത്തിന് വേണ്ടി. ആ മരണത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, ദ ഡെഡ് മാൻ വാക്കിംഗ്, ഒരു ചത്ത മനുഷ്യൻ നടക്കുന്നു എന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി മരിച്ചവരാണെന്നുള്ള ഒരു ആത്മീക സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനികൾ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തു ഈ ഒരു വാചകം മുന്നേ പറഞ്ഞത്, അവളെന്റെ ശവസംസ്കാരത്തിനായി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മരിച്ച് അടക്കപ്പെടാനുള്ള ഒരു ശരീരവുമായി നടക്കുന്ന ക്രിസ്തു മറ്റുള്ളവർക്ക് ആവേശമാകുന്ന ഒരു കാഴ്ച ഈ ഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? യെരൂശലേം പുത്രിയെ ആനന്ദിക്കുക, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഈ സഖറിയ പ്രവാചകന്റെ പുസ്തകമൊക്കെ ആരംഭിക്കുന്നത്. ഈ ഭാഗത്ത് അതിന്റെ പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു മറ്റുള്ളവർക്ക് ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു വർത്തമാനമായി മാറി എന്നുള്ളതാണ് ഹോശന്നയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചില കമ്പനികളിലൊക്കെ ബോസ് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി, ചില മനുഷ്യർക്ക് ഭയങ്കര ദുഃഖമായി. നമുക്കും ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് കയറുമ്പോൾ പിള്ളേർക്ക് സന്തോഷമാണോ ദുഃഖമാണോ വരുന്നത്? നമ്മൾ പ്രസംഗിക്കാനായിട്ട് കയറുമ്പോൾ കേൾക്കുന്നവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ വരുന്നത്? ക്രിസ്തുവിനെ കണ്ടവർക്ക് എന്തായി? അത് ആനന്ദത്തിന്റെ ഒരു സന്ദേശമായി മാറി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതം മൂലം മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഹോശന്ന എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ കാരണമായി മാറുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഈ ജനങ്ങൾ ആർത്തുപാടി കർത്താവിനെ ആരാധിച്ചു. അവന്റെ മുമ്പിൽ എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് അവനെ നമിച്ചു. മറ്റേതെങ്കിലും സന്ദർഭത്തിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ക്രിസ്തുവിനെ ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്, ആർത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര കൃത്യമായി ഒരു ആരാധനയുടെ സ്വഭാവത്തോടുകൂടെ ക്രിസ്തുവിൽ ജനം സന്തോഷിച്ചത് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. അവനൊരു പബ്ലിക്കായിട്ട്, ഒരു പൊതുവായിട്ട് ഒരു ആരാധനയുടെ അവസ്ഥയിലേക്ക് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പ്രവേശിച്ചത് ഇവിടെ. അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടായത്. നമ്മുടെ ഈ ഒരു ആഘോഷത്തിലും ആവേശത്തിലും ഒക്കെ ഇടയ്ക്ക് ആരാധനയുടെ നൈർമല്യവും ചൈതന്യവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ അവന്റെ പിന്നാലെ പോകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഇതൊന്നും കണ്ടിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്നും അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിനോട് ഇങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിപ്പാൻ കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും നീരസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. അവിടെയൊക്കെ കർത്താവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്ക് വിളിക്കും. എന്റെ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സന്തോഷത്തിന്റെ ഒരു കാരണം ആരാണ്? ക്രിസ്തു. നേരെ തിരിച്ച് ഓശന്ന പെരുന്നാളിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എങ്ങനെയായിരിക്കണം? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും ഒക്കെ ഒരു സന്തോഷത്തിന്റെ വർത്തമാനം കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഈ ഹോശന്ന വിളികൾക്കപ്പുറവും അവന്റെ രക്തവിയർപ്പിന്റെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെയും ഒക്കെ പങ്കാളികളാകുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഈ ജനത്തിന്റെ ഒരു പ്രത്യേകത, ഈ ജനത്തിന്റെ ഒരു പരിമിതി നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. ഇവർ ഇന്നത്തോടെ ഈ കാര്യം വിട്ട് പോകുകയാണ്. ഹോശന്ന നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയ ചോദ്യമാണ്.
നിങ്ങൾ ഇവിടം വിട്ട് ഇപ്പൊ തന്നെ ഈ ആഘോഷം കഴിഞ്ഞ് മടങ്ങുമോ, അതോ ക്രിസ്തുവിനോടുകൂടെ തുടർന്ന് യാത്ര ചെയ്തു? വളരെ ഗൗരവമായി ഈ പകൽക്കാലം നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ യാത്ര ഇന്നത്തേക്ക് തീരുന്നതല്ല. ഈ യാത്ര ഈ ഒരു കേവലമായ അനുഭവം കൊണ്ട് അവസാനിക്കുന്നതല്ല. അവന്റെ രക്തം വിയർക്കുന്നിടത്തേക്കും, അവൻ വലിയ കൊടിയ പീഡനം അനുഭവിക്കുന്ന സ്ഥലത്തേക്കും, അവൻ അടക്കപ്പെടുന്ന സ്ഥലത്തേക്കും, അവൻ ഉദ്ധാനം ചെയ്യുന്ന ആ ഒരു പ്രദേശത്തേക്കും ഒക്കെ നമ്മുടെ യാത്ര തുടരുന്നില്ല എങ്കിൽ ഈ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ മനുഷ്യരിൽ 99% പേരും അവന്റെ കൂടെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് അവിടം വിട്ട് മടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓശാന പൂർണ്ണമാവില്ല. ഓശാന പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളുടെ യാത്ര അവനോടുകൂടെ തുടരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊരു സന്ദർശന കാലമാണ്. ഈ കാഴ്ച നമ്മളിങ്ങനെ ഒരു 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 വിഷ്വലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെരുശലേമിലേക്ക് സിയോൻ മലയുടെ കിഴക്കേ ചെരുവിലൂടെ യാത്ര പുരോഗമിക്കുകയാണ്. ഹെരോദാസിന്റെ കൊട്ടാരം, വലിയ ചരിത്ര പ്രസക്തമായ സ്ഥലങ്ങൾ, പ്രവാചകന്മാരുടെ കല്ലറകൾ, മനോഹരമായ ഉദ്യാനങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് ഈ യാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ്. യാത്ര പുരോഗമിച്ച് ഈ സിയോൻ മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ ബഹുപുരുഷാരത്തിന് യെരുശലേം പട്ടണം നന്നായിട്ട് കാണാൻ സാധിക്കും. അതാണ് അതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് കണ്ട എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രിസ്തു ഒരു കാഴ്ച കാണുന്നുണ്ട്. അവൻ ആ നഗരത്തെ നോക്കി വിലപിച്ചു. ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വായനയാണ്. നഗരം മുഴുവൻ കാണാൻ സാധിച്ചു, അതിന്റെ മനോഹാരിത കാണാൻ സാധിച്ചു. ജനമെല്ലാം അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് യേശു നഗരത്തെ നോക്കി കരഞ്ഞത് ഇങ്ങനെയാണ്: ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള വഴി നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു കരയുന്നുണ്ട്. ഈ ആഘോഷത്തിന്റെ ഇടയ്ക്കും അവന്റെ ഹൃദയം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ഇങ്ങനെ ഒരു ആനന്ദത്തിന്റെ കാരണമായി മാറി. പക്ഷേ ആ വഴി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് ഈ രാവിലെ സമയം തിരിച്ചറിയും. ഞാനൊരു ചെറിയ സൂചന കൂടി പറഞ്ഞ് രാവിലെ സമയം എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത് വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പ്, അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിന് നടത്താൻ സാധിച്ചു. അത് തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ടുപോലും ചെറിയ ചെറിയ ഓപ്ഷൻസിൽ പോലും മെച്ചപ്പെട്ട തിരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന് അനേകരുടെ ജീവിതത്തിൽ സന്തോഷമാകാൻ സാധിച്ചു. എനിക്ക് നിങ്ങൾക്കും അത് സാധിക്കുന്നുണ്ടോ? മൂന്നാമത് യേശു ക്രിസ്തുവിൻ്റെ ഒരു അന്ത്യ അഭ്യർത്ഥനയാണ് ഓശാന. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു ഭാഗം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ രഹസ്യമായി പ്രവേശിക്കേണ്ട ഒരു യാത്ര, ഒരു പക്ഷേ ക്രിസ്തുവിനെ ഒഴിവാക്കാമായിരുന്ന യാത്ര. ഈ പ്രവചന പുസ്തകങ്ങളിലൊക്കെ ഒരു രീതിയുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളൊക്കെ കാണുമ്പോൾ അഹിയ പ്രവാചകൻ ഒരു ദൂത് രാജാവിനോട് അറിയിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, രാജാവ് എത്ര പറഞ്ഞിട്ടും ആ ദൂത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം 10 ഖണ്ഡമായിട്ട് കീറി അതിൽ നിന്ന് ചില ഭാഗം രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ദൂത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സാധാരണഗതിയിലുള്ള അപേക്ഷകളും അഭ്യർത്ഥനകളും ഉപദേശങ്ങളും ഫലിക്കാതെ വരുമ്പോൾ പ്രവാചകന്മാരുടെ ഒരു പൊതുരീതി ഇതാണ്. വ്യത്യസ്തമായി അവരെന്ത് ചെയ്യും? അവതരിപ്പിക്കും. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഈ വേദപുസ്തകത്തിലെ അവസാനത്തെ അഭ്യർത്ഥന, ക്രിസ്തു ഭൗതികമായി ലോകത്തിലുണ്ടായിരുന്നപ്പോൾ നടത്തിയ അവസാനത്തെ അഭ്യർത്ഥനയാണ്. ജനങ്ങളോടുള്ള ഏറ്റവും അവസാനത്തെ ആഹ്വാനമാണ്. ഇനി ഒരു പ്രദർശനമില്ല. ഞാൻ ഇനി സ്പഷ്ടമായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവസാനത്തെ നിങ്ങളോടുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് കർത്താവ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഏർപ്പെടുകയാണ്. ഒരേ സമയം അവൻ തന്റെ ജീവിതത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെക്കുന്നതോടൊപ്പം തന്നെ ശ്രേഷ്ഠമായ നിയോഗത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നതോടൊപ്പം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ആത്യന്തികമായ രക്ഷയെ കൂടി ഗൗരവമായി എടുത്തുകൊണ്ട് അവനിത് ഉറക്കെ പ്രസ്താവിക്കുകയാണ്. അവരുടെ ആഘോഷത്തിൽ അവൻ പങ്കുചേർന്ന്, അവരുടെ ആവേശത്തിൽ അവൻ അലിഞ്ഞു ചേർന്ന് അവൻ വളരെ രസകരമായി യാത്രയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ അപ്പോഴും അവനറിയാം, എൻ്റെ ശരീരം നുറുക്കപ്പെടാനായിട്ട് ഉള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് ഈ യാത്രയിൽ ക്രിസ്തു പങ്കുചേരുന്നത്. ഒരു നീരസവുമില്ല, ഒരു വിമുഖതയില്ല, ഒരു 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 ഒഴിവാക്കലിന്റെ ഒരു മനോഭാവം പോലും അവൻ ഭംഗിയായിട്ട് അത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.
കേവലം ആ നഗരവാതിൽക്കൽ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കഴുതയ്ക്ക് ഇത്രയും ശ്രേഷ്ഠമായ ഒരു നിയോഗം ലഭിച്ചതുപോലെ തന്നെ തനിക്കും പിതാവിൽ നിന്ന് ഇത്തരം ഒരു നിയോഗം ലഭിച്ചത് ഓർത്ത് ക്രിസ്തു ഒരിക്കൽ കൂടെ പിതാവിനെ സ്തുതിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഈ രാവിലെ സമയം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ മെച്ചപ്പെട്ട ആത്മീക അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളികളും വലിയ തിരഞ്ഞെടുപ്പുകളും ഒക്കെ കർത്താവ് വയ്ക്കുമ്പോൾ അല്പം കൂടെ മിതമായതിന്, അല്പം കൂടെ അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയും. വലിയ ഓപ്ഷൻസ് ഒക്കെ മുന്നിൽ വരും, വലിയ നന്മകളും വലിയ ലാഭങ്ങളും ഒക്കെ മുന്നിൽ വരും. അല്പം കൂടെ മിതമായതിനെ, അല്പം കൂടെ ഭംഗിയുള്ളതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് പറയാം. അതിലൂടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനും മറ്റുള്ളവർക്ക് അല്പം കൂടെ സന്തോഷം പകരുന്ന തരത്തിലും ജീവിതത്തെ മാറ്റണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം കൂടെ ക്രിസ്തുവിൻ്റെ അഭ്യർത്ഥനയെ അടുത്ത് കേൾക്കാം, അവനോട് ചേർന്ന് നിൽക്കാം, ഈ യാത്രയിൽ അവനോടൊപ്പം പങ്കാളിയാകാം. ശ്രദ്ധിക്കണം, നമ്മൾ വഴിയിൽ അവനെ ഉപേക്ഷിക്കരുത്. യാത്ര തുടർന്ന് കാൽവരിയുടെ ചുവടോളം ഉദ്ധാനത്തിൻ്റെ നന്മയോടെ എത്തുവാനായിട്ട് ഇടയാകണം. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ഓശാന പെരുന്നാൾ എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം സഹായിക്കും.